17ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ കേരളത്തിൽ രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 9 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ 12,92,632 സമ്മതിദായകരാണുള്ളത്. ഇവരിൽ 6,75,482 സ്ത്രീകളും 6,17,146 പുരുഷന്മാരുമുണ്ട്. മുഴുവൻ ബൂത്തുകളിലും പൊതുവെ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. കനത്ത പോളിംഗ് തുടരുന്ന കൊല്ലത്ത് രാവിലെ 10 മണി വരെ 3 മണിക്കൂറിനുള്ളിൽ ഏകദേശം 17% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളും വൃദ്ധരുമടക്കം നിരവധി ആൾക്കാർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി ക്യൂവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഭിന്നശേഷിക്കാരെ വീട്ടിൽ നിന്നും ബൂത്തിലെത്തിക്കുന്നതിനുള്ള പ്രത്യേക വാഹന സൗകര്യവും ആംബുലൻസ് സർവീസും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 291 പ്രശ്നബാധിത ബൂത്തുകളിൽ 268 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലാണ്. അതീവ പ്രശ്നബാധിത മേഖലയായി കണ്ടെത്തിയിട്ടുള്ളവയിൽ 56 കൊല്ലം മണ്ഡലത്തിലാണ്. ഇവ മൈക്രോ ഒബ്സർവർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും. കൊല്ലം കളക്ടറേറ്റിൽ ഇരുന്നാൽ കാണാൻ കഴിയുന്ന തരത്തിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൽ ജനിച്ചവരുടെ കന്നി വോട്ടാണ് ഇത്തവണയെന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. 75,000-ലധികം കന്നി വോട്ടർമാരാണ് കൊല്ലം മണ്ഡലത്തിലുള്ളത്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് കൊല്ലം. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാര ജേതാക്കളായ 2 പേർ തമ്മിലാണ് പ്രധാന മത്സരം. UDF-ലെ NK പ്രേമചന്ദ്രനും LDF-ലെ KN ബാലഗോപാലുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. താരതമ്യേന മണ്ഡലത്തിൽ അപരിചിതനായ KV സാബുവാണ് NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. കശുവണ്ടി കയർ മേഖലയിലെ തൊഴിലാളികളുടെ വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകും. ഒപ്പം യുവ വോട്ടർമാരും മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പിക്കാൻ ഹരിതകർമ്മസേനയും രംഗത്തുണ്ട്. പ്രചാരണ ഘട്ടത്തിൽ തുടങ്ങിയ ജാഗ്രത തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും വരെ നടപ്പിലാക്കാനായി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനിടെ പലയിടത്തു നിന്നും വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായും പരാതി ഉയർന്നിരിക്കുന്നു. മാടന്നര സ്വദേശിനിയായ മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് കള്ളവോട്ട് നടന്നിരിക്കുന്നതായി കണ്ടെത്തിയത്. മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തു എന്ന് ബൂത്തിലെ പോളിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ബൂത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായത്. പട്ടത്താനം സ്കൂളിലെ 50ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത്. ആളുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബാലറ്റിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ വ്യക്തമാക്കി. സംഭവം ഗൗരവതരമാണെന്നും വിഷയം പരിശോധിക്കുമെന്നും കൊല്ലം കളക്ടർ ഡോക്ടർ S. കാർത്തികേയൻ പറഞ്ഞു. കള്ളവോട്ട് ചെയ്ത ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നെ ടൈമിംഗ് ആണ് നോക്കണേ. ബൂത്തുകളിലായി പുരോഗമിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിയോടെ അവസാനിക്കും. വിനോദ് വിനായർ, മലയാളി വാർത്ത, കൊല്ലം.